ഇറാൻ ആക്രമണത്തിൻ്റെ മറവിൽ ഇസ്രായേൽ ഗസയിലും സിറിയയിലും ലബനനിലും സൈനിക നടപടി തുടരുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തെക്കൻ ലബനനിൽ അധിനിവേശം നടത്തിയ സ്ഥലത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ലബനനിൽ കടന്നു കയറി ഇത്തരത്തിൽ സംരക്ഷിത മേഖല സൃഷ്ടിക്കുന്നത് സൈനിക സുരക്ഷയ്ക്കായുള്ള നടപടിയാണെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. എന്നാൽ അതങ്ങനെയാണോ? അതോ അതിന് പിന്നിൽ കോടിക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന പ്രകൃതിവാതക ശേഖരത്തെ ലക്ഷ്യം വെച്ചുള്ള അധിനിവേശ തന്ത്രമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ വടക്കൻ അതിർത്തിയിലെ ജനങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിലാണ് ഇസ്രായേൽ തെക്കൻ ലബനനിൽ അതിർത്തിക്കുള്ളിലായി ഒരു ബഫർ സോൺ നിർമ്മിക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തി സുരക്ഷിതമാക്കാൻ ലബനൻ്റെ ഭൂമി കയ്യേറുന്ന നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനമുയരുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. എന്നാൽ ഭൗമശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സൈനിക നീക്കത്തിന് പിന്നിൽ ലബനൻ്റെ പരമാധികാര പരിധിയിൽ വരുന്ന കടലിലെ എണ്ണ പ്രകൃതിവാതക ശേഖരങ്ങൾ തട്ടിയെടുക്കാനുള്ള തന്ത്രമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ ലബനനും ഇസ്രായേലിനും ഇടയിലുള്ള അതിർത്തി മേഖല പ്രകൃതിവാതകത്താൽ സമ്പന്നമാണ്. വർഷങ്ങളായുള്ള തർക്കങ്ങൾക്കൊടുവിൽ 2022 ഇരു രാജ്യങ്ങൾക്കും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു ചരിത്രപരമായ കടൽ അതിർത്തി കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതനുസരിച്ച് തർക്കപ്രദേശമായിരുന്ന ഘാന ഗ്യാസ് ഫീൽഡ് പൂർണ്ണമായും ലബനൻ്റെ പരിധിയിലുള്ള ബ്ലോക്ക് 9ൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. ഇവിടെയുള്ള വാതക പര്യവേക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇസ്രായേലിന് റോയൽറ്റിയായി നൽകാമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ നിലവിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ കരാറുകളെല്ലാം നിഷ്പ്രഭമാവുന്നതാണ് കാഴ്ച. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം കടലിലെ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേക സാമ്പത്തിക മേഖല നിർണ്ണയിക്കുന്നത് ആ രാജ്യത്തിൻ്റെ കരാതിർത്തിയിലെ അവസാന പോയിന്റുകളെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ തെക്കൻ ലബനനിൽ ഇസ്രായേൽ നിർമ്മിക്കുന്ന ബഫർ സോൺ വഴി അതിർത്തി ലബനൻ്റെ ഉള്ളിലേക്ക് മാറ്റിയാൽ ഭാവിയിൽ കടൽ അതിർത്തിയും തങ്ങൾക്ക് അനുകൂലമായി പുനർനിർണ്ണയിക്കാൻ ഇസ്രായേലിന് സാധിക്കും. ഇതുവഴി ബ്ലോക്ക് 9ലേക്ക് കൂടുതൽ അവകാശവാദം ഉന്നയിക്കാനും ലബനൻ്റെ ഊർജ്ജ സമ്പത്ത് പൂർണ്ണമായി കൈക്കലാക്കാനും ഇസ്രായേലിന് വഴി തുറക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ലബനന് കടലിലെ ഈ ഗ്യാസ് ശേഖരം വലിയൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഈ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റം ലബനൻ്റെ സാമ്പത്തിക പുരോഗതിയെ പാടെ തകർക്കുന്നതാണ്. സുരക്ഷ എന്ന മുഖംമൂടി അണിഞ്ഞ് ഇസ്രായേൽ നടത്തുന്ന ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ ഊർജ്ജ വിപണിയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് വ്യക്തം. ലോകത്തെ നിയന്ത്രിക്കുന്ന വലിയ സാമ്പത്തിക ഊർജ്ജ താൽപ്പര്യങ്ങളാണ് ഇസ്രായേലിൻ്റെ ലബനൻ അധിനിവേശത്തെ നയിക്കുന്നത്. അതിൽ ബലിയാടാവുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആയിരങ്ങളാണ്. ഏകദേശം സമാനമായ നടപടിയാണ് ഗസയിലും സിറിയയിലും ഇസ്രായേൽ സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ.